മലപ്പുറം നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴ ഉന്നതിയിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ഇക്കരെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. ഇന്നലെ മൃതദേഹം മാറ്റാൻ ശ്രമിച്ചെങ്കിലും ചാലിയാറിലെ ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് സാധിച്ചിരുന്നില്ല. വിവരങ്ങളുമായി രമ്യ ദാസ് ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. രമ്യ, വലിയ ദൗർഭാഗ്യകരമായൊരു സംഭവമായിരുന്നു. വീണ്ടും ഒരു ജീവൻ നഷ്ടമായിരിക്കുകയാണ് നിലമ്പൂർ മേഖലയിൽ. ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെയാണോ, അല്ലെങ്കിൽ ആ കാടിൻ്റെ ആ പ്രദേശത്ത് തന്നെയാണോ മൃതദേഹം ഉള്ളത്? എങ്ങനെയാണ് ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം? ബിനിൽ, ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് ഈ വാണിയമ്പുഴ ഉന്നതിയിലെ ബില്ലി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ തന്നെ ഈ മൃതദേഹം ഇക്കരെ എത്തിക്കാൻ, കാരണം ഈ ചാലിയാറിലൊരു പ്രത്യേകത അനുസരിച്ച് മഴ പെയ്താൽ വലിയ തോതിൽ കുത്തൊഴുക്കുണ്ടാകുന്ന ഒരു പുഴയാണ് ചാലിയാർ. അതിനാൽ തന്നെ ഇന്നലെ NDRF സംഘങ്ങൾ ഉൾപ്പെടെ ഈ മൃതദേഹം ഇക്കരെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമാകുകയാണ് ഉണ്ടായത്. കാരണം ഈ കുത്തൊഴുക്കിൽ തന്നെ ഇവരുടെ ബോട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് രാത്രിയോടുകൂടിയാണ് ഈ ഒഴുക്കിൽപ്പെട്ട NDRF സംഘങ്ങളെ ഉൾപ്പെടെ രക്ഷിച്ച് ഇക്കരെ എത്തിച്ചത്. അതിനാൽ തന്നെ ഈ മൃതദേഹം പുഴയ്ക്കിക്കരെ എത്തിക്കുന്നതിനും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി തന്നെ NDRFിൻ്റെ കൂടുതൽ അംഗങ്ങളെത്തി ഇതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇവർ പുഴ കടക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ തോതിലുള്ള കുത്തൊഴുക്കുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നല്ല ശക്തമായ ഇടവിട്ടുള്ള മഴയാണ് ഇന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ശക്തമായ ഈ കാട്ടിൽ ഉൾപ്പെടെ മഴ പെയ്താൽ ഈ ചാലിയാറിൽ ശക്തമായ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത്. ഇന്നലെയും ഇത്തരത്തിൽ ഈ കുത്തൊഴുക്ക് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് NDRFിൻ്റെ ബോട്ടിന് അക്കരെ എത്താൻ കഴിയാതിരുന്നത്. ഇന്ന് അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് മൃതദേഹം ഇക്കരെ എത്തിക്കും. ഇപ്പോൾ നിലവിൽ മൃതദേഹം ഉള്ളത് ഈ ആദിവാസി കോളനിയിൽ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ആദിവാസി മേഖലയിൽ ഇത്തരത്തിലൊരു 2 ആനകളുടെ സാന്നിധ്യം ഈ ആദിവാസികൾ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഈ ആനയാവാം എന്നുള്ളതാണ് അനുമാനിക്കാനാകുന്നത്. എന്തായാലും ദാരുണമായൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും കവർന്നിരിക്കുകയാണ് വന്യജീവി സംഘർഷത്തിലൂടെ, വന്യജീവി ആക്രമണത്തിലൂടെ ഒരു മനുഷ്യജീവൻ, അതും നിലമ്പൂരിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രമ്യ ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. ആ മൃതദേഹം ഇന്നിപ്പോൾ ചാലിയാർ കടത്തിക്കൊണ്ട് ഇക്കരയ്ക്ക് എത്തിക്കുകയാണ്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്.